പൈസ ചെലവാക്കി കല്യാണം കഴിച്ചിട്ട് വരെയുള്ള മുഴുവൻ സിനിമ മനുഷ്യൻ. എന്റെ യോഗം അല്ലാണ്ട് എന്താ പറയാ. ഉമ്മ എന്താണ് ഉമ്മ അങ്ങനെ കാണിക്കണേ? ഇതും തീരുമാനമുള്ളതാ? എന്ത് ഈ എടുത്തില്ല? ഞാൻ അവിടെ ഇട്ടിരുന്നല്ലേ ഇതൊക്കെ. അങ്ങനെ വല്ലാത്ത പണിയാട്ടം നിങ്ങളോട് കാണിക്കണേ. ഞാൻ വീട്ടിലെ വേലക്കാരനൊന്നല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താടാ അന്റെ ഉമ്മേന്റെ ഉടുപ്പാണത്? ഉമ്മേന്റെ ഉടുപ്പൊക്കെ ഉമ്മക്കാണ് തിരുമ്പിയാ പോലെ. എന്നെ കൊണ്ട് എന്തിനാ തിരുമ്പിക്കണത്? ഇന്നെ കൊണ്ട് ഈ പ്രായത്തിൽ ഈ തിരുമ്മിക്കാൻ എന്ത് പ്രായം? ഞങ്ങൾക്ക് പ്രായം 85 വയസ്സൊന്നല്ലല്ലോ. ഒക്കെ ഓള് തിരുമ്മിരിയാണല്ലോ അവിടെ. ഓളെവിടെ പറഞ്ഞു വെച്ചിട്ടല്ലേ? പണ്ട് ഓളോട് ഇവിടെ വന്ന് നിന്ന് തീരുമാനം പറയണോ? ഓളെങ്ങനെ അവിടെ വരിക? നിങ്ങളടുത്ത് കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഓക്ക് അഹങ്കാരോ? നിങ്ങൾക്ക് അഹങ്കാരം ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല മനസ്സാ. പറയിപ്പിക്കണം നിങ്ങൾ വെറുതെ. വേഗം ചെയ്തോ. നമുക്കിത് കഴിഞ്ഞിട്ട് പീടിയെ പോണ മൊബൈൽ ഷോപ്പ് തുറക്കണ്ടെങ്കിൽ പോണോ? ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കും, അതാണല്ലേ. അതാവുമ്പോ അങ്ങനെ കുത്തിയാ മതിയല്ലോ. അത് ഞാൻ ചെയ്തോളൂ. കായും വരുവോ? എവിടുന്ന് ഇന്റെ ഈ മേടിക്കണോ? ഉമ്മ ഈ മൊബൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചൊക്കെ ഒന്നും വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറ്റില്ല. അറിയാം നിങ്ങൾക്ക്? നിങ്ങളെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്, എനിക്കറിയാം. നിങ്ങളോട് എടുക്കി. എന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്, അട്ടിക്ക് വെച്ചിക്കാണ്. അന്നോടൊരു കാര്യം ഞാൻ ഈ വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചോ. അതാണെങ്കിൽ ഈ പിന്നെ അലക്കണ്ട. പിന്നെ മേടിക്കുമ്പോ അതിങ്ങനെ ഉണക്കിയിട്ട് ഇസ്തരിയൊക്കെ ഇട്ട് തരണതില്ലേ, അതെന്നെ മേടിച്ചോ. ഉമ്മ അതിന് കായ് കൂടുതലാവും. 10 ഉപ്പ് എടുക്കേണ്ടി വരൂ. മേടിക്കണോ? ഏടുന്ന് കൊടുക്കാനാണ്? നിങ്ങളൊരു പണി തോളി. നിങ്ങൾ ഇവിടെ നിന്നോളി. ഞാൻ ഓളെ പെരലെ കണ്ടു പോവാ. ഞാൻ അവിടെ താമസാക്കും. ഓളെ അവിടുന്ന് തിരുമ്പി തരുന്നുണ്ട് ഒക്കെ. നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ നിന്നോളി. ഈ പോവോ? ഓള് വിളിച്ചാ ഞാൻ പോവും. മുട്ടുംകാല് തല്ലോടിച്ച് ഇവിടെ ഇടൂ. നിങ്ങള് എന്തിട്ട് ഉമ്മ? ഞാൻ ചെറിയ കുട്ടിയല്ലത്. അതാ എനിക്ക് വേണം ആ ബോധ്യോ. പോയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കി. ഉമ്മ ഞാനൊരു കാര്യം പറയട്ടെ. ഉമ്മ കോയമാമിന്റെ അടുത്ത് കുറച്ച് പൈസ തരാൻ പറയൂ. പോയി ചോദിക്കടോ. മൂപ്പര എന്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണുന്ന ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ ആങ്ങളല്ലേ? ഇന്റെ ആങ്ങളേനെ പറ്റി ഈ അനാവശ്യം ഒന്നും പറയണ്ട. ഉമ്മ മൂപ്പര് ഒറ്റാന്താടി നിൽക്കുന്ന ആളാ. ഇഷ്ടം പോലെ കായുണ്ട് കൈമില്. നിങ്ങൾ ചോദിച്ചാൽ തരും. നിങ്ങളും ചോദിച്ചു നോക്കി. കടയിലാളില്ല, പെട്ടെന്ന് പോണം. ഇല്ല, സുഖം. എന്നപ്പോ മനക്ക് പോണേ? ഇപ്പൊ പ്രധാനല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് പോണം. അതെ, അതിപ്പോ എത്ര ദിവസാ? അല്ല, 41 ദിവസം വ്രതാ. അപ്പൊ ഭക്ഷണൊക്കെ ശ്രദ്ധിക്കണ്ട. ഇറച്ചി മീനും തിന്നാൻ പറ്റൂലല്ലോ. ഇതിന് വ്രതം തന്നെ. അത് ശരി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, പിന്നെ ഇപ്പൊ നിങ്ങള് മനക്ക് പോകുമ്പോ അവിടെ ഈ ഇപ്പൊ പുലിയൊക്കെ ഉണ്ടോ? പണ്ടല്ലിക്ക ഇപ്പൊ ഇല്ല. ഇപ്പെല്ലാം നല്ല സേഫാണ്. കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് ശരി. ഞങ്ങളുടെ ഒരു പള്ളിയില്ല അവിടെ? ഒരു വാവര് പള്ളി ഉണ്ട് അവിടെ. ഇല്ലേ? അവിടെ ഇപ്പൊ ആരാ വാങ്ങിക്കൊടുക്കണേ? വാങ്ങിക്കൊടുക്കൂലേ? അവിടുത്തെ ആൾക്കാരുണ്ടാവല്ലോ. അതന്നെ. ആരാ മുക്രി? ആരാ അറിയോ എനിക്ക്? ഇല്ലേ? കേറി വരുന്നില്ലല്ലോ. പിന്നെ വേറെന്താ വിശേഷം? കടയിൽ ആളില്ല. നിക്ക്, ഞാൻ എന്തോ ഒരു കാര്യം എന്നോട് പറയണം ഇങ്ങനെ ആലോചിച്ചേ. എന്താന്ന് പെടുത്തില്ല. നിക്ക് ചെറുപ്പോ ആളില്ല, കടയിൽ ആളില്ല. പിന്നെന്താ വിശേഷം? കടയിൽ ആളില്ല. എവിടക്ക ഈ തല്ലി കൊണ്ടോണേ? എവിടക്ക പോണേ? പണിയുണ്ടേനും കൊല്ലയുടെ പോയി ചാത്തോട്ടനാടാ. എന്താ പണി? അവിടെ ആല കെട്ടണോ? പുതിയ പൈന വാങ്ങിയിട്ടുണ്ട്. ആരെ വയ്യ? ഓലെ ഭാര്യ ജാനു എടുത്തില്ലേ? ജാനു? ചാത്തോട്ടന്റെ ഭാര്യന്ന്. ഞാനോ? ശരി. ഓളുടെ പയ്യ? ഓലെ ഇപ്പൊ പുതിയ പൈന വാങ്ങിയതാ. പോട്ടെ, നേരം. അല്ല, ഈ മറ്റേ ജാനു എന്റെ കൂടെ പഠിച്ചാണേ. നേരോ? 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ശരി, ഞാൻ പറയാട്ടാ. പോട്ടെ. എന്താ ആ പെണ്ണിന്റെ മൂക്ക് വെച്ചിട്ട് അന്ന് അടുത്തിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു. നേരം പോയി, ഞാൻ പോട്ടെ. നേരം പോയി, പോട്ടെ. അല്ല, അപ്പൊ എന്നിട്ട് പാല കെട്ടാൻ പോവാ? പാല് കെട്ടാൻ, ആല കെട്ടാൻ. അതന്നെ. അതൊക്കെ അതിന്റെ മനസ്സിലൊക്കെ അറിയോ? ഐസിന്റെ അല്ല, ഞാൻ ആല കെട്ടാൻ എനിക്കറിയാം. ഞാൻ എല്ലാ പണിയും ചെയ്യും കോയക്കാം. ഇപ്പൊ ഞാൻ പോട്ടെ, നേരം പോയി. അതാ എന്താപ്പോഴും ഈ പുറകിൽ ഇങ്ങനെ കയ്യേട്ടണ വിട്ടാൻ്റെ പോവോ? കൈ ഞാൻ വിട്ടുപോയേക്ക. ഇനി ഞാൻ പോട്ടെ. അല്ലടെ സ്തുതി. ഇപ്പൊ നേരം വൈകിയില്ലേ? ഇപ്പൊ എന്തിനാ പണിക്കോണത്? സംസാരിച്ചിരിക്കാലോ. പോവാണ്ട് 800 കിട്ടൂലോ കോയാക്ക, അതുകൊണ്ടാ. 800 കിട്ടാൻ അജാതി പണിയുന്നത്.
വെണ്ണീരല്ല 800 റുപ്യ കൂലി വേണ്ടേ എനക്ക്? 800 റുപ്യ? ആ കൂലി വേണ്ടേ? അതിന് പോണ്ടേ? പണിയെടുക്കണ്ടേ? നല്ല പൈസ കിട്ടൂ. അതൊക്കെ വേണേ. ഞാൻ പോട്ടെ എന്നാല്. പിന്നെ വേറെന്താ വിശേഷം? വേറെ എന്ത് ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നല്ലോ അല്ലേ? പിന്നെന്താ വേറെന്താ? വേറെന്താ? എനിക്കിപ്പൊ എന്നോടൊന്നും ചോദിക്കാല്ലേ, ഞാൻ അത്ര എന്നോട് ചോദിച്ചില്ലേ? ചോദിക്കേണ്ട ഒരുപാട് ചോദിക്കട്ടെ. ഞാൻ പിന്നെ നേരത്തോടെ വരാം. ജീവൻ പോണെ പോരി. രഞ്ജേട്ടാ ഞാൻ പോട്ടെ എന്നാല്. എൻജോയ് എന്നാ ബാംഗ്ലൂരിന്ന് വന്നേ? ഇപ്പൊ പരിചയക്കാരൊന്നും കാണാനില്ല. പരിചയമില്ലാത്ത ആളാലോ. ആരൊക്കെ ശരി. ഇത് എവിടുന്നങ്ങള്? വീട്ടിന്ന്. ഇവിടുക്കാർ തന്നെ വന്നങ്ങള്? അല്ലാതെ അതൊക്കെ വിശ്വാസല്ലേ എന്റെ സൂറ. ഞാൻ ഒരാൾ ഒറ്റക്കാണ് ഈ കുടുംബത്തെ. ഒന്ന് മിണ്ടാനും പറയാനും കൂടി ഒരാളില്ലാണ്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. എപ്പോഴെങ്കിലും ഒന്ന് എനിക്ക് ഇങ്ങോട്ട് വരാന്ന് തോന്നിയോ? എന്താ വന്നൂല ഒന്നല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിങ്ങളാ. എന്നാ ഞാൻ വയ്യത്തായിന്ന് കണ്ടിട്ടുണ്ടാവും. ഉമ്മ ഇന്ന് രാവിലെ എണീറ്റ് ഭയങ്കര നിലവിളി നിങ്ങളെ കണ്ണെന്നും പറഞ്ഞിട്ട്. അന്റെ മുട്ടുകാലിന് ഇപ്പൊ എങ്ങനെ ഉണ്ട്? നീരൊക്കെ മാറിയോ? നീരൊക്കെ കുറവുണ്ട്, പക്ഷെ ഇവിടെ ഒരു വേദനയാണ്. പിന്നെ കുനിയും പണ്ട് ഇവിടെ അങ്ങനെ പിടിക്കാണ്. എന്തിനാ കൂനിയണേ? കൂനിയണ്ടല്ലോ. വന്ന കാര്യം പറയുങ്ങള് എന്താണ്? ഒരു അലക്ക് മെഷീനേ ഇവിടെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ 1-2 കുപ്പായ കല്ലുമ്പോ കുത്തി തിരുമ്പലാണ്. തോർക്ക് ഉമ്മക്ക് ഇടുന്ന കൈ കൈയില്ല. ഇപ്പൊ എന്താ ഈ കഴുത്തില് അങ്ങനെ പറയണ്. നിങ്ങളുടെ മക്കള് ഗൾഫ് നോക്കാൻ നിറച്ച് കായ അയച്ചു തരുന്നില്ലേ? ലേശൊന്ന് ഓന് കൊടുക്കേ. അതൊക്കെ തന്നെയാണ് എല്ലാവരും മനസ്സിൽ. എന്റെ 2 കുട്ടികൾ ഗൾഫിലാണല്ലോ. അങ്ങക്കൊരു ചെലവൂലല്ല. അത് ആ കായൊക്കെ ഇങ്ങോട്ട് തരി. പിന്നെ നേരല്ലേ പറയണ? അതെന്താ പറയണ മോയിതോ? ഞാൻ ഒരാൾ ഇവിടെ ഒരു സഹായം ഇല്ലാണ്ട് കയ്യാണ്. എന്ത് ആവശ്യത്തിന് ഞാൻ കായ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. വാഷിംഗ് മെഷീന് 30,000 റുപ്യ ഉള്ളു. നിങ്ങൾ 1 ലക്ഷം ഒന്നും തരണ്ട. 1 ലക്ഷം ബാക്കി 70,000 കൂട്ടിയാ 1 ലക്ഷം ആയി. അതിന് 70,000 നിങ്ങൾ തരണ്ട. 30 തന്നാ മതി. ഒന്നും ഇല്ല തരാനേ. നിങ്ങള് കൊടുക്ക്, ഓൻ തിരിച്ചു തരൂ. ഞാൻ ശമ്പളം കിട്ടുമ്പോ മാസത്തിൽ 5,000 റുപ്യ തോലും നിങ്ങൾ തരാം. എന്നിട്ട് അത് ഞാൻ ഇറക്കുക. അതെ, ഞാനൊരു കാര്യം പറട്ടെ നിങ്ങളുടെ അടുത്ത്. എന്റെ കായില്ലാത്തപ്പോ ഞാൻ ചെയ്യണ ഒരു പണിയുണ്ട്. ഇതുണ്ടല്ലോ ഈ ക്രെഡിറ്റ് കാർഡ്. അത് ചെക്കന്മാർക്ക് എടുത്താന്നുള്ള കഴിഞ്ഞ അവിടെ വന്നപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് കായില്ലാച്ചാലും അത് ഇട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ക്രെഡിറ്റ് കാർഡ് അതുണ്ട്. എന്തിനാ അപ്പൊ അത് സാധനങ്ങൾ മേടിക്കാളെ ലിറ്ററിനെടുത്താൽ ഇതിപ്പോ എല്ലാവർക്കും കിട്ടും. അതിന് പ്രായവും ഇതൊന്നുമില്ല. അനക്കിപ്പോ ഒരു പണിയുള്ള ആളല്ലേ. ഈ 5,000 കഴിക്കണ നേരം കൊണ്ട് അതുകൊണ്ട് ആവശ്യമില്ല എന്താ എടുത്തിട്ട് അതിൽ കഴിക്കാം. അതൊന്നും എടുത്തോ? എടുക്കാം. ഇവിടുത്തെ ഒന്നും കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞ കേറിക്കോളെ. പെട്രോള് പോയി. അപ്പൊ ചെയ്താ പോരാ. പിന്നെ എന്തിനാ അവിടുന്ന് ഇവിടുന്നും കിട്ടും? ഞാൻ എടുത്തോളാം. എന്നാ ശരി. അപ്പൊ ചോറ് വെച്ചിട്ട് പോയി. ചോറൊന്നും വേണ്ട, കേട്ടെന്നെ മതിയായി. എന്താ കാണിക്കണേ? ഇതിനാ വളക്കട്ടെ. വളക്കി പോവാന്നിട്ട് നേരെ വർത്താനം പറഞ്ഞു തന്നിട്ട് പോവാടെ കേട്ടാ. ആ മാവനോടും രാവനോടൊക്കെ വർത്താനം പറഞ്ഞോളി. എന്താന്ന് ആലോചിച്ച് നോക്കിയ വല്ലപ്പോഴും കേറി വരുന്നവരാണ് ഇപ്പൊ ഈ കാണിക്കണത്. വെറുതെ കായില്ലാച്ചാ പിന്നെ ആർക്കും വേണ്ട. പിന്നെ മിണ്ടാനാണ് എപ്പ പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം പോയല്ലേ? ഒക്കെ കായ്ക്കുള്ള ആൾക്കാരേ ഉള്ളു. ഇത് ഞാനും ഉണ്ട്, എന്റെ ഭർത്താവിനും ഉണ്ട്. അതന്നെ കഥ വേണ്ടുള്ളപ്പോ എന്റെ അല്ലാണ്ട് ഒന്നും വേണ്ട.